2023 ഓർക്കാൻ ഇഷ്ടപ്പെടില്ല മലയാള സിനിമാ പ്രേമികൾ. അത്രയധികം പരാജിത സിനിമകളും ഒരുപാട് പേരുടെ പൈസ തിയേറ്ററിൽ പോയി കളഞ്ഞതുമൊക്കെയാണ് 2023 സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്. പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞിരുന്ന ഒരു താരം ഇതാ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നില്ല എന്നായി ഇപ്പോഴത്തെ വാക്കുകൾ. രസകരമായ ഈ പദപ്രയോഗങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ നടന്മാരൊക്കെ മുന്നോട്ട് വരുന്നത്. പറഞ്ഞു വരുന്നത് ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ചാണ്. മിക്ക സിനിമകളും പരാജയത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന അദ്ദേഹം വിഷുവിന് മാത്രം അങ്ങനെ പരാജയപ്പെടാൻ ഉദ്ദേശിച്ചില്ല. തന്റെ സഹോദരനുമൊത്തുള്ള ആ സിനിമ വൻ വിജയമായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 50 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം. അതിനു മുമ്പേ എടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫഹദ് ഫാസിൽ എത്തിക്കഴിഞ്ഞു. സെലക്ഷനിൽ ആദ്യമൊക്കെ തെറ്റ് പറ്റിയിരുന്ന ഫഹദ് ഫാസിൽ പിന്നീട് ഒരു തീരുമാനമെടുത്തു. ഇനി സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ അത് പൈസ നോക്കിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ബന്ധുവോ മിത്രാദികളോ ആരെങ്കിലും ഒക്കെ കാരണമോ ഒരു തരത്തിലും ഞാൻ സിനിമ തിരഞ്ഞെടുക്കില്ല. എന്റേതായ രീതിയിൽ നല്ല രീതിയിലുള്ള നല്ല സിനിമ എന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സിനിമ തിരഞ്ഞെടുക്കുമെന്നും ഉറപ്പിച്ചതോടെ മലയാളികൾക്ക് കിട്ടിയത് ഒരുപാട് നല്ല സിനിമകളാണ്. അങ്ങനെ ഇതാ വന്നിരിക്കുന്നു നമ്മുടെ ഫഹദ് ഫാസിൽ ആവേശവുമായി വിഷുവിന്. അങ്ങനെ 2 സിനിമയും ബമ്പർ ഹിറ്റായി കഴിഞ്ഞു. രണ്ടും 50 കോടി കടന്നു. അതിനൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. 140 കോടിയാണ് ചിത്രം ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രേമലവും ബ്രഹ്മയുഗവും ഒക്കെ മലയാള സിനിമയെ ഒരുവിധം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രിയിൽ നിന്നാണ് പൈസ ഇപ്പോൾ എത്രയോ കോടി 100 കോടി ചിത്രങ്ങൾ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ മലയാള സിനിമ തന്നെയായിരിക്കും. അത്രയധികം 100 കോടികൾ ഇപ്പോൾ നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. മിക്കവാറും ആവേശവും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷവും കൂടി 100 കോടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മലയാള സിനിമ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തും. ഇനി വരുന്നത് ലാലേട്ടനാണ് ബറോസുമായി. അതിനൊപ്പം തന്നെ നമ്മുടെ ടർബോയുമായി മമ്മൂക്കയും വരുന്നുണ്ട്. മെയ് മാസത്തിലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ചിത്രവുമായിട്ട് പൃഥ്വിരാജ് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ 50 കോടി ചിത്രങ്ങൾക്കൊപ്പം നമുക്കിപ്പോ ചിന്തിക്കാവുന്ന രീതിയിലേക്ക് 100 കോടികൾ എത്തിക്കഴിഞ്ഞു. ഇനി ലൂസിഫർ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം കൂടി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതോടെ ആ ചിത്രം പോസിറ്റീവ് റിവ്യൂ വരികയാണെങ്കിൽ വീണ്ടും ലാലേട്ടൻ ആ മാജിക് കാണിക്കും. അതെ, സിനിമ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ അതിൽ റെക്കോർഡുകളുടെ ഭാഗത്ത് മുൻപന്തിയിൽ തന്നെ ലാലേട്ടനുണ്ട്. കുറച്ച് സിനിമകൾ പരാജയപ്പെട്ട് നിവിൻ പോളി പിന്നിലായിരുന്നു. അതിനെ അദ്ദേഹം തന്നെ ട്രോളുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹവും തിരിച്ചു വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഒരിക്കലും ധ്യാന്റെയും അപ്പുവിന്റെയും മാത്രം സിനിമയല്ല, മറിച്ച് നിവിന്റെയും കൂടിയാണ്. എന്തായാലും സിനിമാ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ഈ ഒരു മാസം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ മാസവും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും തുടരട്ടെ ആ രീതി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.